അതായത് ഒരു വീട്ടിൽ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും മാത്രമാണ് താമസിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വീടിന്റെ മുകളിൽ ഒരു അന്യ സ്ത്രീയും അന്യ പുരുഷനും താമസിക്കുന്നുവെങ്കിൽ കിച്ചൺ രണ്ടാവണം, കോണി രണ്ടാവണം, ബാത്റൂം രണ്ടാവണം, അതുപോലെ തന്നെ കിണർ രണ്ടെണ്ണം വേണം. പോലോത്ത കാര്യങ്ങളൊക്കെയും മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. സംഗതി സംഭവിച്ചോ സംഭവിച്ചില്ലേ എന്നല്ല, നമ്മളടക്കം വളരെയധികം ശ്രദ്ധിക്കണം. ചില സഹോദരിമാര്, അമ്മായിമ്മമാർ എന്ന് പറയുന്ന സഹോദരിമാര് ഇളയച്ചനും മൂത്തച്ഛനും പെരയിലാക്കിയിട്ട് ഒരു വേറെ വഴിക്ക് പോകും. എൻ്റെ കുട്ടിയാണ്, നല്ല കുട്ടികൾ, ഒരു കുഴപ്പമില്ല. എൻ്റെയൊക്കെ അനുഭവം വളരെ വ്യക്തമാണ്. അത് പറയുമ്പോൾ എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നൊരു കാര്യമാണ്. സ്ഥലം പറയില്ല, നാട് പറയില്ല, ജില്ല പറയില്ല. ഞാൻ ഈ ഒരു വിഷയങ്ങളുടെ ഗൗരവം നമ്മുടെ പ്രിയപ്പെട്ട കുടുംബത്തിലുള്ള സഹോദരിമാര് ഗഹനമായി കണക്കിലെടുക്കാൻ വേണ്ടിയിട്ട് പറയാം. ഞാൻ സ്ഥിരം ക്ലാസ് നടക്കുന്ന ഒരു സ്ഥലത്ത് ഈ വീട്ടിലുള്ള അമ്മായിമ്മ എന്ത് ചെയ്യും? എന്നും ക്ലാസ്സിന് വരും. ഈ വീട്ടിൽ ഒരു മരുമകളുണ്ട്. ഈ മരുമകളും ക്ലാസ്സിന് ഇടക്കും തിരക്കൊക്കെ വരാറുണ്ട്. ഒരിക്കൽ ക്ലാസിന്റെ നേരത്ത് എന്ത് സംഭവിക്കുകയാണ്? ആ ഇളയച്ചൻ ആ വീട്ടിലുണ്ട്. അന്ന് ഈ മരുമകൾ ക്ലാസ്സിന് പോകുന്നില്ല. ഉണ്ടായ ഒരു സംഭവം ഞാൻ എൻ്റെ അനുഭവമാണ് പറയുന്നത്. ക്ലാസ്സിന് പോകുന്നില്ല. ഈ സഹോദരിയാകുന്ന അമ്മായിമ്മ അവരെ മാന്യമായി വിശ്വസിച്ചു. ആ ഒരു ക്ലാസ് ഒരു എന്ത് ചെയ്തു? അവർക്കൊരു ചാൻസ് ആയിനാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു സമയം അവർ ഉപയോഗപ്പെടുത്തുകയും അവസാനം അത് വലിയ വിഷയം ആ കുടുംബത്തിൽ ഉണ്ടാവുകയും അങ്ങനെ അത് ഒരു തലാക്കിൽ അവസാനിച്ചത് എൻ്റെ സ്വന്തം അനുഭവം ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരു കേൾവിയൊന്നുമല്ല. എൻ്റെ ആ സഹോദരി പറഞ്ഞത്, ഉസ്താദെ ഞാൻ വിശ്വസിച്ചു പോയിനാണത്. ഞാൻ എൻ്റെ മോനെയും എൻ്റെ മരുമകളെയും വിശ്വസിച്ചു പോയി. നോക്കിങ്ങള്, ഞാനിതൊരു അനുഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കാം. നമ്മളാരും അതുകൊണ്ടാണ് വിശുദ്ധമായ ഇസ്ലാം പറഞ്ഞത്. എന്ത്? നമ്മളവിടെ സംഭവിക്കുമോ സംഭവിക്കില്ലേ എന്നതല്ല വിഷയം. ഒരു അന്യ സ്ത്രീയെയും അന്യ പുരുഷനെയും ഒരു വീട്ടിലാക്കി പോരുക, അത് തന്നെ ഹറാമാണ്. അത് കാരണം അവര് സംഭവിച്ചോ സംഭവിച്ചില്ലേ അത് വേറെ വിഷയമായി കണക്കാക്കേണ്ടതാണ്. ഞാൻ ആവർത്തിച്ച് പറയുമ്പോൾ എന്നോട് വെറുപ്പൊന്നും വിചാരിക്കരുത്. അപ്പൊ അതുകൊണ്ട് വിശുദ്ധമായ ഇസ്ലാം ഇത്ര കർക്കശ നിയമം വെച്ചത്. എത്ര അനുഭവം നിങ്ങൾക്കറിയോ? ചില അനുഭവങ്ങൾ, അതായത് ഡോക്ടർക്ക് പരിശോധിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ യോഗ്യമായ സംഭവങ്ങൾ എത്ര സംഭവങ്ങൾ എല്ലാ ഭാഗങ്ങളും. അപ്പോ പരമാവധി വിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് 100% നമുക്കിതൊന്നും ഉൾക്കൊണ്ട് ജീവിക്കാൻ സാധിച്ചോളം എന്നില്ല. ഒരു പരിധി വരെ നമുക്ക് ശ്രദ്ധിക്കാം. ഏതായിരുന്നാലും ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ ഒരു കാര്യം, അതായത് ഒരു സഹോദരൻ വിളിച്ച് എന്നോട് പൊട്ടിക്കരഞ്ഞൊരു കാര്യം. ഉസ്താദെ, എൻ്റെ ഭാര്യ എല്ലാ നിലക്കും ദിക്റും ഔറാദും മൗലൂദും നിസ്കാരം ഔറത്ത് മറക്കലും എല്ലാം കറക്റ്റാണ്. പക്ഷെ എനിക്കൊരൊറ്റ വിഷയത്തിലെ സങ്കടമുള്ളൂ. എൻ്റെ ആവശ്യത്തിനനുസരിച്ച് അവൾ എന്നോട് പെരുമാറുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതുകൊണ്ട് ഇന്നത്തെ ആ ഒരു വിഷയം ഞാൻ എൻ്റെ ഭാര്യയെ കേൾപ്പിച്ചൂന്നുമാണ്. ഏത്? പത്തിരിച്ചട്ടിയിൽ പത്തിരി കരിഞ്ഞാലും ശരി, ഭർത്താവ് വിളിച്ചാൽ ഉടനെ അവിടെ എത്തണം. അത് ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യക്ക് കേൾപ്പിച്ചിട്ടുണ്ട്. മാറ്റമുണ്ടാവാൻ ദ്വാരക്കണമെന്ന്. എത്ര അനുഭവം. നമ്മുടെ ഈ KMIC-യിലുള്ള എത്രയോ റേഡിയോ ശ്രോതാക്കൾ സാധുവായി എനിക്ക് വിളിച്ചിട്ടുണ്ട്. അതായത് വീട്ടിലുള്ള ഭാര്യയുടെ സ്വഭാവം മോശമായ കാരണം, അതായത് നിസ്കാരം നോമ്പ് എല്ലാം കറക്റ്റാണ്. ചിലപ്പം ഒരു പുരുഷന്റെ ഇംഗത്തിനനുസരിച്ച് പെരുമാറാൻ താല്പര്യം കാണിക്കാത്ത ചില സഹോദരിമാരുണ്ട്. ഞാൻ ആ ഒരു വാക്ക് ഒരു 5 മിനിറ്റ് നിങ്ങൾ ആരും ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. അത് ഞാൻ ആദ്യം പറയാം. അങ്ങനെ അവസരം ഉണ്ടെങ്കിൽ ഞാൻ അതൊന്ന് നടപ്പിൽ വരുത്തട്ടെ എന്നൊരാളുടെ കൽബിലും വരരുത്.
ഈ ഒരു വിഷയം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് തിരിയാൻ വേണ്ടി ഞാനൊരു മസ്അല പറയാം. നമ്മളെ ഫത്വയിൽ മുഈൻ പോലത്തെ ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിലൊക്കെ കാണാം ഒരു മസ്അല. എന്താണെന്നറിയോ? നിസ്കാരത്തിന്റെ ടൈമായിട്ട് ഇനി ഞാൻ എൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ടാൽ അവള് നിർബന്ധമായ ആ കൊലി കൊലിച്ച് നിസ്കരിക്കൂലാൻ ആൾക്ക് ഉറപ്പാണ്? ഈ ഭർത്താവിന് ഉറപ്പാ. അല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സമയം കിട്ടൂലാൻ ആൾക്ക് ഉറപ്പാണ്? ഈ ഭർത്താവിന് ഉറപ്പാ. ഭർത്താവിനറിയാം ഇപ്പൊ 3:25 അസറ് ബാങ്ക്, 3:10 3:15 മൂപ്പത്തേര് ഒന്നുണ്ടാക്കാൻ നിൽക്കുക. എന്തിന്? അസർ നിസ്കരിക്കാനല്ല, ളുഹ്റ് നിസ്കരിക്കാൻ വേണ്ടി ഒന്നുണ്ടാക്കാൻ നിൽക്കുക. അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ സഹോദരിമാരുടെ അവസ്ഥ. എല്ലാം കഴിഞ്ഞ് 3:15 3:10 ളുഹ്റ് നിസ്കരിക്കാൻ വേണ്ടി ഒന്നുണ്ടാക്കി നിസ്കാരപ്പായയിലെത്തുന്നു. ളുഹ്റ് നിസ്കാരത്തിൽ നിന്ന് ഇടതു ഭാഗത്തേക്ക് സലാം വീട്ടുമ്പോഴേക്ക് പള്ളിയിൽ നിന്ന് അസർ വാങ്ങും കൊടുത്തിട്ടുണ്ടാവും. ചില പെണ്ണുങ്ങൾ അൽഹംദുലില്ലാഹ് എന്ത് ചെയ്യും? അൽഹംദുലില്ലാഹ് ഒറ്റ ഒതുകൊണ്ട് 2 നിസ്കാരം കിട്ടിയല്ലോ. സുബ്ഹാനല്ലാഹ്. ഇതിൻ്റെയൊക്കെ ഗൗരവത്തെ ചിന്തിച്ചിട്ടുണ്ടോ? എന്തിനാണ് ഈ അൽഹംദുലില്ലാഹ്? ഒറ്റ ഒതുകൊണ്ട് 2 നിസ്കാരം കിട്ടിയ പൊതുവിലപ്പം മൂപ്പത്തേര്. ഇഷ്ടം പോലെ ചില സഹോദരിമാർ. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഈ മസ്അല പഠിപ്പിച്ചു തരാം. 3:15 ഒതുണ്ടാക്കാൻ നിൽക്കുന്ന പെണ്ണാണ്. ളുഹ്റ് നിസ്കരിക്കാൻ വേണ്ടി 3:15 ഒതുണ്ടാക്കാൻ നിൽക്കുകയാണ്. അപ്പഴാ ഭർത്താവ് ഇവിടെ വന്നാണോ പറഞ്ഞു. ഇവിടെ വന്നാന്ന് പറഞ്ഞാൽ ഇവിടെ വന്നതിന്റെ മായനയ്ക്ക് നിങ്ങൾ കൂട്ടിയാൻ പോയിട്ടോ. അവർ ഒരു മസ്അല ഞാൻ ഇടയിൽ പറയട്ടെ, അത് നല്ലതാ. ഞാൻ മുമ്പൊരിക്കൽ ഏതോ സമയത്ത് പറഞ്ഞപ്പോ പലവരും ഉസ്താദെ ഇതൊക്കെ ആരാണ് ശ്രദ്ധിക്കുന്നത് എന്ന് പറഞ്ഞവരുണ്ട്. അതുകൊണ്ട് ഈ സമയത്തും ഏതെങ്കിലൊക്കെ ഞാൻ അന്ന് പറഞ്ഞത് രാത്രിയാണ് ആ മസ്അല പറഞ്ഞത്, ഒരു നോമ്പിന് രാത്രിയിലാണ്. അപ്പൊ ചിലപ്പം പകൽ സമയത്തുള്ള നമ്മുടെ KMIC സഹോദരിമാര് കേൾക്കാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാൻ, നിസ്കാരത്തിന്റെ ടൈമായാൽ രണ്ടാലൊരു കാര്യം നിർബന്ധമാണ്. നല്ല ശ്രദ്ധിച്ചോളി, എല്ലാ പെണ്ണുങ്ങൾക്കും പഠിപ്പിച്ചു കൊടുത്തോളി. ഷാഫി മദ്ഹബില് ആ ഒരു മസ്അല പറയാത്ത ഒരു കിതാബില്ല. അതിൽ ഒരു ചെറിയ അഭിപ്രായം വേണ്ടാന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം പണ്ഡിതന്മാരും അഭിപ്രായക്കാരാ. എല്ലാവരും രതിക്ക് മനസ്സിലാക്കുക. എന്നിട്ട് അവനവന്റെ അന്ന് ഞാൻ ആ മസ്അല പറഞ്ഞപ്പോ കേട്ടവരുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. അല്ല ആ മസ്അല എപ്പോഴും ശ്രദ്ധിക്കണില്ലേ എന്ന് ചോദിച്ചാൽ മതി. ഇനി കേൾക്കാത്തവർ ഇന്നത് വ്യക്തമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. എന്താണെന്നറിയോ? നിസ്കാരത്തിന്റെ ടൈമായാൽ നമ്മുടെ വിഷയം എവിടെ നിന്നാണ്? ഭർത്താവിനെ അനുസരിക്കുന്നതിന് വരികയാണ്. 3:15 ഒതുണ്ടാക്കാൻ പോകുന്ന പെണ്ണിനെ ശാരീരികമായി ബന്ധപ്പെടാൻ പോകുന്ന ഭർത്താവിന്റെ ഹുക്കുമാണ് പറയാൻ പോകുന്നത്. പക്ഷെ അപ്പൊ ഈ 3:15 ഒതുണ്ടാക്കി നിസ്കരിക്കുന്ന സഹോദരിമാർ ശ്രദ്ധിക്കാതെ പോയ വലിയൊരു മസ്അല, ഭൂരിപക്ഷം സാധാരണക്കാരായ സഹോദര സഹോദരിമാർ ആരും ആ മസ്അല ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താ? നിസ്കാരത്തിന്റെ ടൈമായാൽ രണ്ടാലൊരു കാര്യമാണ് നിർബന്ധം. ഒന്നിരിക്കൽ സമയമായ നിസ്കരിക്കുക. അതല്ലെങ്കിൽ രണ്ടാമത്തെ കാര്യത, ഈ നിസ്കാരം ഖളാ ആകുന്നതിന് മുമ്പ് ഞാൻ നിസ്കരിച്ചു കൊള്ളാം എന്ന് തീരുമാനിക്കുക. എത്ര ആൾ? നിങ്ങളൊന്ന് നിങ്ങളുടെ വീട്ടിലുള്ള സഹോദരിക്ക് ഭാര്യക്ക് ഫോൺ ചെയ്തിട്ട് ഒന്ന് ചോദിക്കും, നീ ളുഹ്റ് നിസ്കരിക്കലപ്പലാ? ഞാനിങ്ങനെ ഒരു 3:10 3:15 ആവുന്നത്. അല്ല പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ ളുഹ്റിന്റെ സമയമായാൽ ഇങ്ങനൊരു നിയ്യത്ത് നീ വെക്കാറുണ്ടോ? ഇല്ലാന്നായിരിക്കും നല്ലൊരു ശതമാനം സഹോദരിമാരും പറയാം. ഈ നിങ്ങൾക്ക് ആ മസ്അല തിരിയാൻ ഞാൻ ഒന്നും കൂടി പറയാം. ഒരാൾ ളുഹ്റ് ബാങ്ക് കൊടുത്തു, അപ്പൊ നിസ്കരിച്ചില്ല. എന്ത് ചെയ്തു? ഞാൻ ഈ ളുഹ്റ് ഖളാ ആകുന്നതിന് മുമ്പ് നിസ്കരിച്ചു കൊള്ളാം എന്ന് തീരുമാനവും എടുത്തില്ല. ബാങ്ക് കൊടുത്തു, മൂപ്പത്തേര് അടുക്കളയിലുള്ള ജോലി അങ്ങനെ ചെയ്യുന്നു, മീൻ പൊരിക്കണ്, പപ്പടം പൊരിക്കണ്, ചോറ് ഉച്ചന്, കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നു. അങ്ങനെ എന്തായി? 3 മണിയായി. അല്ലെങ്കിൽ അസർ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പേ ആര് മരിച്ച്? ഈ സഹോദരിമാർക്കാണ് അധികം ഇത് സംഭവിക്കുന്നത് കൊണ്ടാണ് ഞാൻ സഹോദരി എന്ന് പറഞ്ഞോ.
മസാലയിൽ ആണുങ്ങളും ബാധകാണ്. ഒരു 2:45 ആര് മരിക്കാണ്? ഈ നിസ്കാരം പിന്തിപ്പിച്ച ഈ വ്യക്തി മരിക്കാണ്. അള്ളാന്റെ അടുക്കൽ അസിമ, ഓ കുറ്റക്കാരനാണ്. അള്ളാന്റെ അടുക്കലേ ഓ കുറ്റക്കാരനാണ്. നിങ്ങൾ ഷാഫി മദ്ഹബിലെ എല്ലാ കിതാബും നോക്കിക്കോളി. അള്ളാന്റെ അടുക്കൽ ഈ വ്യക്തി കുറ്റക്കാരനാ. എന്താ അത് ഉസ്താദേ? എന്താ നിസ്കരിക്കാൻ സമയമുണ്ടല്ലോ? നിസ്കരിക്കാത്തതിന്റെ പേരിലല്ല ഈ ശിക്ഷ. നിസ്കാരം പിന്തിപ്പിച്ചപ്പോൾ മനസ്സിൽ ആ കെരുത്തുണ്ടായില്ല, അതിനാണ് ഈ ശിക്ഷ. എത്ര സ്ത്രീകൾക്കറിയും? നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, KMIC മസാല ഞാൻ 3-4 പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നമ്മള് ഈ ഒരു 3:15 നിസ്കാരം പറഞ്ഞപ്പോ അപ്പം ഒന്ന് പറഞ്ഞാൽ മറന്നവരുണ്ടെങ്കിൽ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഉപകരിച്ചോട്ടേച്ചിട്ട് ഞാൻ ആവർത്തിച്ചതാണ്. ആവർത്തനമല്ല, ആവർത്തനം പരിവർത്തനം, അതിലേക്ക് നിങ്ങൾ വരവ് വെച്ചാൽ മതി. അപ്പൊ നോക്കി, അപ്പൊ നമ്മളെ സഹോദരിമാര്, ഇപ്പം എൻ്റെ ക്ലാസ് കേൾക്കുന്ന സഹോദരിമാര് വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ശ്രദ്ധിക്കണം. ഇങ്ങനെ ലുഹറ് 3:15 നിസ്കരിച്ചാലും അതാ തന്നെയാണ്. നമ്മളിപ്പം ഫിഖയിലൊക്കെ മസല പറയും, ഒരു ഒക്കത്തെ സമയത്തിലായി കിട്ടിയ നിസ്കാരം അതാ ആണുങ്ങൾക്കും പരക്കും ശരിയാണ്. ലുഹറ് അത് ഏത് നിസ്കാരമാണെങ്കിലും. ഇനി നിങ്ങൾ നോക്കി, കല്ലൂബി എന്ന് പറയുന്ന മഹല്ലിയുടെ ഹാഷിയാവുന്ന കല്ലൂബി പോലത്തെ ഫിഖിന്റെ കിതാബിൽ ഈ മസല വിശദീകരിച്ചിടത്ത് പറയുന്നുണ്ട്. എന്ത് പോരാ, അവര് നിസ്കാരത്തിന്റെ സമയം കഴിയുന്നതിന് മുമ്പ് നിസ്കരിക്കുമെന്നാണ് അവരുടെ ഭാവന, അവരുടെ ആ ചുറ്റുപാട്, അവരുടെ ആ സാഹചര്യങ്ങൾ കണ്ട ഒരു നിസ്കാരം കളാക്കൂലാന്നൊക്കെ ഉറപ്പാ. പക്ഷെ ഓർക്ക് കെരുത്ത് മനസ്സിലുണ്ടായില്ല നോക്കുക, എന്നാലും കുറ്റത്തിന് ഒഴിവാവൂലാണ്. ഇപ്പൊ ഞാനായി ഞാൻ ആണുങ്ങൾക്ക് എളുപ്പം തിരിയാൻ മസല. നമ്മൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു വയല് തുടങ്ങിയതാ, ഒരു ക്ലാസ് തുടങ്ങിയതാണ്. ആ ക്ലാസ് അല്ലെങ്കിൽ ആ വയല് കഴിയുക രാത്രി 10 മണിക്കാണ്. അപ്പൊ നമ്മുടെ സാഹചര്യം എന്താ? ഈ വയല് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നിസ്കരിക്കാനാണ് ഇപ്പൊ നമ്മുടെ ആ സാഹചര്യം ഉള്ളത്, അല്ലേ? പക്ഷെ എല്ലാവരും മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ് വയലങ്ങനെ കേട്ടിരുന്നിട്ട് വയലങ്ങനെ ഇരുന്ന് കേട്ട് പിന്നെ അവര് യശാ ബാങ്കോത്തു എന്താ. അപ്പോ എന്തില്ല, ഞാൻ ഈ യശാ ബാങ്കോത്തേക്ക് നിസ്കാരം കളാ ആവുന്നതിന് മുമ്പ് നിസ്കരിച്ചു വല്ലാനും മനസ്സിൽ കരുതൊന്നും ചെയ്യാം. അത് വയലങ്ങനെ ഇരുന്ന് കേട്ട് പിന്നെ വയലൊക്കെ കഴിഞ്ഞ് 12 മണിക്ക് പെരയെ പോയിട്ട് നിസ്കരിക്കുകയും ചെയ്തു. എന്നാലും ഇത് പിന്തിപ്പിച്ചു എന്ന കെരുത്തില്ലാതെ, ഈ കെരുത്തില്ലാതെ പിന്തിപ്പിച്ചു എന്ന കുറ്റത്തിൽ നിന്ന് അവൻ ഒഴിവാകില്ല. അതുകൊണ്ട് 3:15 നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു മസാലയാണ്. മുമ്പ് വിശദീകരിച്ചിട്ടുണ്ട്. ഒരാളെങ്കിലും പുതിയ ശ്രോതാവ് ഈ ഒരു മസാല അറിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന നിലക്ക്. അപ്പൊ നമ്മൾ ഈ വിഷയത്തിലേക്ക് വരാം. അപ്പൊ 3:15 ഒരു പെണ്ണ് ഒലുണ്ടാക്കുകയാണ്. അപ്പോഴാണ് ഈ ഭർത്താവ് ഇവിടെ വന്നാണ് പെയ്ക്കോലിങ്ങളാവുന്നു. മനസ്സിലാവും, ലുഹ് കഴിച്ചിട്ടില്ല. എന്നൊക്കെ ഇനി അതിന്റെ വാക്യൊക്കെ നിങ്ങൾ ഞാൻ മത്തിന് എഴുതുന്നല്ലോ, ഷവർ ഇങ്ങനെ എഴുതിയ ഒരു 3:15 ഒലുണ്ടാക്കണേ പെണ്ണിനോട് ഇവിടെ വന്നാനപ്പോൾ എന്തായി? ആ പെണ്ണ ഇവിടെ വന്നാന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണ്? അതൊക്കെ ആ ഭാര്യക്ക് തിരിഞ്ഞു. മുണ്ടാതെ വൈക്കോലിങ്ങളാണ്, മനുഷ്യൻ ലുഹ് കഴിച്ചിട്ടില്ല, അതൊന്നും അറിയില്ല. ഇത് ലുഹ് കഴിച്ചോ, അനക്ക് കുളിച്ചാൻ നേരം കിട്ടും, അതൊന്നും നിക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇവിടെ വാന്ന് പറഞ്ഞ് ഒരു ഭർത്താവ് ആ ഭാര്യയുമായി ബന്ധപ്പെടുകയെന്ന് നോക്കുക. ആര് കുറ്റക്കാരനല്ല? ഈ ഭർത്താവ് കുറ്റക്കാരനല്ല. ഏത് വിഷയത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് അല്ല അബുലിപ്പത്തെ ഇത് ചെയ്യാനൊരു മസാലല്ല. ഒരു ഭാര്യ എത്രത്തോളം ഒരു ഭർത്താവിനെ അനുസരിക്കണം. ഇന്നലെ ആ ക്ലാസ് എടുത്തപ്പോൾ സഹോദരൻ വിളിച്ച് സങ്കടപ്പെട്ട് പറഞ്ഞു, സാർ എൻ്റെ ഭാര്യ സങ്കടയ്ക്ക് നല്ല ഉസാറാ, അവളൊക്കെ മറക്കും, എല്ലാം ചെയ്യും, നിൽക്കാനും കരയ്ക്കും കലയ്ക്ക, എന്റെ സാഹചര്യത്തിനനുസരിച്ച് വൈപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു പുരുഷന് ഒരാഗ്രഹം, ഒരു വികാരം വരികയെന്ന് അറിയില്ലല്ലോ. അതിനിങ്ങനെ ആൾ സെറ്റപ്പായി നിൽക്കണം. സഹോദരി ഇങ്ങനെ സെറ്റപ്പായി, ഭാര്യ സെറ്റപ്പായി ഇങ്ങനെ നിൽക്കണം. അപ്പൊ നോക്കട്ടെ, ഈ നിക്കാരം ഇത് കാരണം ഈ നിക്കാരം കള ആയാൽ കുറ്റം ആൾക്കാ? ഭർത്താവിനല്ല. ഭർത്താവല്ല ഇപ്പൊ ഈ നിക്കാരം കള ആക്കിയതിന് വേണ്ട കാര്യമില്ല, കുറ്റം ഭാര്യക്ക.
ഭർത്താവ് നാട്ടിലുണ്ടെങ്കിൽ, ഭർത്താവ് നാട്ടിലുള്ള സമയത്ത് എന്ത് ചെയ്യാന്ന് അറിയങ്ങള്? നിസ്കാരത്തിന്റെ ടൈമായാലൊക്കെ നിസ്കരിച്ച് ഇങ്ങനെ കാത്തിരിക്കണം. എപ്പോഴാണ് ഈ ചെങ്ങായി വിളിക്കാൻ അറിയില്ല, എപ്പോഴാണ് ഈ മനുഷ്യൻ വിളിക്കാൻ അറിയില്ല. അതുകൊണ്ട് ഇങ്ങനെ കരക്റ്റിൽ കാത്തിക്കണം. അപ്പൊ നിങ്ങൾക്കൊരു ഇഷ്ടാലുണ്ടാവും, ഞങ്ങളെ എല്ലാ ഇഷ്ടാലും തീർക്കാൻ. അതിന് ഉസ്താദ് അങ്ങനെ ഈ ചങ്ങായിമാർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന്റെ മുമ്പ് അത് ആക്കിയാ പോലെ. ഞാൻ പറയാ അങ്ങനല്ല. ഈ പാവം ഞാൻ പറയുമ്പോ എന്റെ ക്ലാസ് റൂമിലുള്ളവർ ഇന്നോട് ലജ്ജൊന്നും വിചാരിക്കരുത്. നമ്മുടെ സഹോദരിമാര് റെഡിക്ക് സെറ്റപ്പ് ആവാനാ ഞാൻ പറയുന്നത്. അത് നിങ്ങൾക്ക് ഉപകാരം ചെയ്യും. എന്ത്, ഇപ്പോ ഒരാള് ലുഹ്സ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, കല്യാണത്തിനൊക്കെ പോയി നല്ല ബിരിയാണിക്കും വെയിച്ച് ഇങ്ങനെ വന്ന് ഒരു 2:45 3 പെരയിലെത്തിയപ്പോ ഓന്റെ സ്വഭാവത്തിനൊരു മാറ്റം. കാരണം കല്യാണത്തിന് പോയി നല്ല ബിരിയാണിക്ക് ഇങ്ങനെ വെയിച്ച് വന്ന് വീട്ടിൽ വന്ന് നോക്കുമ്പോ ഭാര്യനെ കണ്ടു നോക്കുമ്പോ ഓൻക്കൊരു വികാരം. ഭാര്യയെ ക്ഷണിച്ചു, ഭാര്യയെ വിളിച്ചു, വായോന്നാന്ന്. ഞാൻ നിക്കരിച്ചിട്ടില്ലാന്ന് പറയാനുള്ള അവകാശം ആർക്കില്ല. ഞാൻ നിക്കരിച്ചിട്ടില്ലാന്ന് പറയാനുള്ള അവകാശം ഈ ഭാര്യക്കില്ല. അതിനെന്ത് വേണം? എന്റെ ഭർത്താവ് കല്യാണത്തിന് പോയതാ, ചിലപ്പോൾ ആ ചെങ്ങായി വെച്ച കോഴി ബിരിയാണിയും വെച്ചിങ്ങാണ്ട് ചിലപ്പോൾ ലെവലെത്തിയിട്ടേക്കാരം വരിക. ഞാൻ നിൽക്കാതെക്കും കഴിച്ചൊരു പാർട്ടി ഇരിക്കട്ടെ. മസ്തല അങ്ങനെയാണ്. നിങ്ങൾ പഠിപ്പിക്കണം. ഞാൻ ഇന്നലെ ഒരു സഹോദരൻ സാറേ, ആ പത്തിരി ചട്ടിയിലുള്ള പത്തിരി കരിഞ്ഞാലും ശരി ഭർത്താവിന്റെ ഞരമ്പ് കരിയാൻ അത് കാരണമാവരുത് എന്നുള്ള വിഷയം എൻ്റെ ഭാര്യനെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടി എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ ഞാൻ പറഞ്ഞതാണ്. ഒരിക്കലും ആരും തെറ്റിദ്ധരിക്കരുത്. വളരെ ഗൗരവമാണ് ഒരു ഭർത്താവിനെ അനുസരിക്കാനുള്ളത്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ. എത്രയല്ലേ ഈ ക്ലാസ് റൂമിൽ ഇപ്പോഴുള്ളവർ തന്നെ പറയൂ, ഉസ്താദേ, എത്ര ആളുകൾ ഞാൻ മുമ്പ് പറഞ്ഞമാതിരി ഒരു മാസത്തിൽ എത്ര ഫോണാ വരുന്നത് ഭാര്യയോട് ചൂടായി വർത്താനം പറഞ്ഞത്. കാരണം ഭാര്യയൊക്കാൻ ഫോൺ ചെയ്യുമ്പോൾ അവരുടെ വർത്താനം കാര്യങ്ങളും എൻ്റെ ക്ലാസ് റൂമിലുള്ളവരോ ഉള്ള സഹോദരിമാരോട്, ഇപ്പോൾ എൻ്റെ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരോട് ഞാൻ പറയുന്നു, പ്രിയപ്പെട്ട സഹോദരി, നീ ഒരു ഭാര്യയാകുന്ന സാഹചര്യത്തിൽ സ്വർഗം ലഭിക്കാൻ ഏറ്റവും വലിയ മാനദണ്ഡം എന്താണ് അറിയങ്ങള്? ഏറ്റവും വലിയ മാനദണ്ഡം ഭർത്താവിന്റെ തെറുപ്പതി കരസ്ഥമാക്കല. ഭർത്താവിന്റെ തെറുപ്പതി കരസ്ഥമാക്കാതെ എന്ത് ഔറത്ത് മറിച്ചിട്ടും എന്ത് ഹത്തമ് തീർത്തിട്ടും ഹജ്ജ് ചെയ്തിട്ടും സക്കാത്ത് കൊടുത്തിട്ടൊന്നും കാര്യമില്ല. ഞാൻ കഥകളിലേക്കും ചരിത്രങ്ങളിലേക്കും കടക്കുകയല്ല, വിഷയത്തിന്റെ ഗൗരവം തിരിയാൻ വേണ്ടി പറയുകയാണ്. ഒരിക്കൽ മഹാനായ അലി റളിയല്ലാഹു തആല അൻഹും മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയും തമ്മിൽ ഒരു ചെറിയ സ്വരച്ചേർച്ചയുണ്ടായി. അലി റളിയല്ലാഹു അൻഹു എന്തോ പറഞ്ഞപ്പോ ഫാത്തിമ ബീവി എന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി. അതാൾക്ക് തൊറുപ്പടിപ്പറ്റില്ല. മഹാനായ അലി റളിയല്ലാഹു തആല അൻഹുവിന് തൊറുപ്പടിപ്പറ്റില്ല. അലി റളിയല്ലാഹു തആല തന്റെ മനസ്സിലൊരു ചെറിയ വിഷമം വന്നു. അലി റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ വിഷമം വന്നിട്ടുണ്ട് എന്ന് ഫാത്തിമ ബീവിക്ക് മനസ്സിലായി. അങ്ങനെ രാത്രി അർദ്ധരാത്രിയാകുന്നത് വരെ മഹാനായ അലി റളിയല്ലാഹു തആല ഒന്ന് ചിറിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഫാത്തിമ ബീവി മെനക്കെട്ടൂനാണ്. കാരണം റസൂലുള്ളാഹിന്റെ ഹദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട്, ഭർത്താവിനെ ദേഷ്യപ്പിടിപ്പിച്ച് ഭർത്താവിന്റെ തെറുപ്പടിയില്ലാതെ ഒരു പെണ്ണ് രാത്രി സമയത്ത് കിടന്നുറങ്ങിയാൽ സുബഹിയാകുന്നത് വരെ വാനലോകത്തുള്ള മാലാകന്മാർ ഈ പെണ്ണിനെ ശപിച്ചും കൊണ്ടിരിക്കും, ഈ പെണ്ണിന്റെ എതിരായി ദുആ ചെയ്തും കൊണ്ടിരിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവുന്ന അലിയാരുടെ ആ തൃപ്പതിയില്ലാതെ ഞാൻ ഉറങ്ങുന്ന ഒരു സാഹചര്യം വന്നാൽ വാനലോകത്തുള്ള മാലാകന്മാരുടെ ശാപത്തിന് ഞാൻ കാരണമാകും. അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എന്നോട് ചിരിക്കുന്നത് വരെ ഞാൻ ഉറങ്ങില്ല എന്ന് തീരുമാനിച്ച് അലി റളിയല്ലാഹു അൻഹു കിടക്കുന്ന കട്ടിലിന്റെ ചുറ്റുഭാഗത്തിലൂടെ അലിയാരെ തെറുപ്പടിപ്പതനെ, ഞാൻ അറിയാതെ എൻ്റെ വായിൽ നിന്ന് വന്നു പോയ വാക്കാണ് യാലി തെറുപ്പടിപ്പതനെ എന്ന് പറഞ്ഞ് കട്ടിലിങ്ങനെ ചുറ്റാൻ തുടങ്ങിയതാണ്. അവസാനം കുറെ പ്രാവശ്യം ചുറ്റിക്കഴിഞ്ഞപ്പോൾ അലി റളിയല്ലാഹു തആല അൻഹു ഫാത്തിമ ബീവിയുടെ മുഖത്ത് നോക്കി ഒന്ന് ചിറിച്ചു. ആ ചിറിച്ചതിന് ശേഷമാണ് മഹദിയായ ഫാത്തിമ ബീവിക്ക് സമാധാനായത്. നേരം വെളുത്ത ഉടനെ
മഹദിയായ ഫാത്തിമ ബീവി അലിയാരുടെ റസൂലുള്ളാഹിന്റെ ഹദറത്തിലേക്ക് ചെന്ന് പറഞ്ഞു, പിതാവേ, അള്ളാഹുവിന്റെ റസൂലെ, ഇന്നലെ രാത്രി ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എങ്കിലും അലിയാര് തൃപ്പതിപ്പെട്ട് എന്നോട് സ്നേഹമായിരിക്കുന്നു. ആ വാക്ക് പറഞ്ഞതിന്റെ പേരിലുള്ള ദേഷ്യം അലിയാരുടെ മനസ്സിൽ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷമാണ് ഉപ്പ ഞാൻ ഉറങ്ങിയത് എന്ന് പറഞ്ഞപ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞ വാക്ക് ഒന്ന് പറഞ്ഞു കൊടുക്ക് സഹോദര, പ്രിയപ്പെട്ട ഭാര്യക്ക്, ചൂടാവുന്ന ഭാര്യക്ക്, അല്ലെങ്കിൽ എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരി ഒന്ന് ചിന്തിക്കൂ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞ വാക്കെന്താന്ന് അറിയോ? ഫാത്തിമ, ആ അലിയാര് തെറുപ്പതിപ്പെടുന്നതിന്റെ മുമ്പെങ്ങാനും നീ മരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂലാണത്. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ ഫാത്തിമ ബീവിയോട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഫാത്തിമ, അലിയാറ് തെറുപ്പതിപ്പെടുന്നതിനു മുമ്പെങ്ങാനും നീ മരിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ മോളെ, നിന്റെ മേൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കുമായിരുന്നില്ല. കാരണം ഭർത്താവിന്റെ തെറുപ്പതിയില്ലാതെ മരിച്ച പെണ്ണ് സ്വർഗത്തിൽ കടക്കൂലാന്നാണ്. വാപ്പ നിസ്കരിച്ചാൽ സ്വർഗത്തിൽ കടക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ എൻ്റെ മേൽ മയ്യത്ത് നിസ്കരിക്കാൻ കൂടൂലാണ്. നോക്കിങ്ങള്, അതൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ ദിക്ക് പഠിച്ചേക്കണം. ഞാൻ സാധാരണക്കാരോടെ വന്നു, ഉസ്താദുമാരോടല്ലോ. എന്നിട്ട് ഭാര്യയ്ക്ക് ഇങ്ങനെ ചൂടാവുമ്പോ ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞ് മനസ്സിലായി കൊടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഇന്നത്തെ ക്ലാസ്സുകളെ ഒന്ന് വാട്സപ്പിലാക്കിയിട്ട് അത്തരം ഭാര്യയ്ക്ക്, ഇന്നലെ ഒരു സുഹൃത്ത് ഞാൻ പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ വീണ്ടും വന്നത്. അങ്ങനെ ഒരു ക്ലാസ് കൊണ്ട് ഒരാൾക്കെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുന്നുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് വീണ്ടും അതൊന്ന് ഗൗരവമായി പറയാനൊരു ആവേശം വരികയാണ്. സാറേ, ഞാൻ ആ ഒരു വാക്കിന്റെ ഭാര്യയെ ഞാൻ കേൾപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരി, ഭർത്താവിനോടുള്ള കടമ അത് വലിയൊരു കടമയാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഒരു സാഹചര്യവും വരരുത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ പറഞ്ഞില്ലേ, ഭർത്താവിന്റെ മൂക്കിൽ നിന്ന് വരുന്ന ചീഞ്ചലം ഒരു പെണ്ണ് സ്വന്തം നാവുകൊണ്ട് നക്കിത്തോത്തി വൃത്തിയാക്കിയാലാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഹദീസിൽ പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ലഹിസാനാണ്. ലഹിസ ലാമ് ഹാ സീന് എന്ന വാക്കാണ് റസൂലുള്ളാഹി ഉപയോഗിച്ചത്. അതിന്റെ അർത്ഥം ബിൽ ലിസാനിഹ, നാവ് കൊണ്ട്. ഭർത്താവിന്റെ രണ്ട് മൂക്കിന്റെ ദോരത്തിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്ന ചീഞ്ചലങ്ങനെ വരികയാണ്. ആ ചീഞ്ചലം ഒരു ഭാര്യ ശീലക്കഷ്ണം ഉപയോഗിക്കാതെ, മറ്റു പേപ്പർ ഉപയോഗിക്കാതെ, ആ ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം കാരണം എന്ത് ചെയ്തു? സ്വന്തം നാവ് ഉപയോഗിച്ച് ആ ചീഞ്ചലം വൃത്തിയാക്കി കൊടുത്തു. എങ്കിൽ പോലും ഒരു ഭർത്താവിനോടുള്ള കടമ ഒരു പെണ്ണ് നിറവേറ്റിന്ന് പറയാൻ പറ്റൂല. ഇപ്പണ്ടാവും ചില സഹോദരിമാരെ, അല്ല മൊയ്ലേരെ, ഇതൊക്കെയും പെണ്ണുങ്ങളെ പറ്റിയിട്ട് മാത്രമേ നബി തങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നലുണ്ടാവും. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരും വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഗൗരവം ഇന്നലെ ഒരു സുഹൃത്ത് വിളിച്ച് ആ ഒന്ന് പറഞ്ഞപ്പോ ഒന്നുകൂടി ആ ഒരു ഗൗരവം ഞാൻ അറിയിച്ച്, നിങ്ങൾക്കൊക്കെയും ഇഷ്ടം പോലെ അനുഭവമാണ് ഈ ക്ലാസ് റൂമിൽ ഭാര്യ ചൂടായതും ഭാര്യ വക്കാനേച്ചതും ഒക്കെയും ഒരുപാട് അനുഭവങ്ങളുള്ള പലവരുമുണ്ട്. പല റേഡിയോ ശ്രോതാക്കളും പലപ്പോഴും വിളിച്ച് പതുത്ത് മഞ്ചേരി ഭാഗത്തുനിന്ന് ഒരു സുഹൃത്ത് എനിക്ക് വിളിച്ചിരുന്നു. സുബ്ഹാനല്ലാഹ്, സ്വന്തം ഭാര്യ, അദ്ദേഹം പറഞ്ഞത് സത്യാണെങ്കിൽ അദ്ദേഹം പറഞ്ഞത് മുഴുവനും പാടെ ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഓരോരുത്തരും അവനവന്റെ ഭാഗം ക്ലിയറാക്കിയിട്ടാണല്ലോ വർത്താനങ്ങൾ പറയുക. അപ്പൊ അതുകൊണ്ട് സ്വന്തം ഭാര്യ ആ ഭർത്താവിന്റെ പേരിൽ കേസ് കൊടുത്തതും കുലുമാലും അതിനൊപ്പിച്ച് ഭാര്യയുടെ മാതാവും പിതാവും ഒപ്പിച്ച് നിന്നതും എന്തൊക്കെ വർത്തമാനങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ആ അദ്ദേഹം പറഞ്ഞത് ശരിയാണെങ്കിൽ ആ പ്രിയപ്പെട്ട സഹോദരിയുടെ ശിക്ഷയുടെ ഗൗരവത്തെയും വളരെ ഗൗരവമായിരിക്കും. അല്ലാഹു തആല നമ്മുടെ കുടുംബത്തിലേക്ക് നല്ല സൗഹാർദ്ദവും സ്നേഹവും നൽകുമാറാവട്ടെ.